Hello viewers, namaste, welcome back to my new video. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് ക്രൂഡ് ഓയിൽ ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റ്വെയർ WinTrader ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന ലൈവ് മാർക്കറ്റിലാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ പെർഫോമൻസ് ലൈവായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ എൻ്റെ നമ്പർ ഡിസ്പ്ലേ ആവുന്നുണ്ട്, വിളിക്കുക. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇത് ക്രൂഡ് ഓയിലിൻ്റെ ലൈവ് മാർക്കറ്റാണ്. ഈ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ് 5904. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ടാണ് കാണിച്ചു തരും നമ്മൾ എവിടെ ബൈ, നമ്മുടെ എൻട്രി പോയിൻറ്റ്, എക്സിറ്റ് ലെവലും സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ എല്ലാം ലൈവ് ഓൺ സ്ക്രീൻ നമുക്ക് സോഫ്റ്റ്വെയർ കാണിച്ചു തരും. ഇതെല്ലാം റിയൽ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് സോഫ്റ്റ് ഇതെല്ലാം ലൈവിൽ നമുക്ക് സിഗ്നൽസ് കാണിച്ചു തരും. നമ്മളത് കൺഫേം ആണെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്ന വിധവും ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു റെഡ് ഡൗൺ ആരോ വരുന്നതാണ് സെല്ലിയാണ് ഇൻഡിക്കേഷൻ. റെഡ് ഡൗൺ ആരോ സെല്ലാണ്, ഗ്രീൻ കളറിലെ അപ്പ് ആരോ ബൈ ആണ്. സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ് ഇതുപോലെ ഇൻഡിക്കേഷൻ തരും. അതുപോലെ ഏറ്റവും മേഖല ഇപ്പോൾ ഈ ലാസ്റ്റ് സെയിലിൽ എടുക്കുകയാണെങ്കിൽ 5988 വന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സിഗ്നൽ വരുമ്പോൾ സോഫ്റ്റ് നമുക്ക് ഇത് അലോട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരും, സൗണ്ടും കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എല്ലാ സിഗ്നൽ കയറി ട്രേഡ് എടുക്കണം. നമുക്ക് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അത് കൺഫേം ആണെന്ന് നോക്കുക. കൺഫേം ആണെങ്കിൽ മാത്രം എടുത്തേച്ചാൽ മതി. അതെങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു സെൽ സിഗ്നലാണല്ലോ വന്നിരിക്കുന്നത്. സെൽ സിഗ്നലാണ് വരുന്നതെങ്കിൽ ഈ ആരോ വന്നതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യുക. താഴത്തോട്ട് നോക്കിയാൽ പ്രൈസ് ഇവിടെ സെൽ സോൺ എന്ന് എഴുതി കാണിക്കണം. റൈറ്റ് ഹാൻഡ് സൈഡ് ബോട്ടത്തിൽ പ്രൈസ് വന്ന് സെൽ സോൺ എന്ന് എഴുതിയും കാണിക്കണം. അതുപോലെ ഈ സെൽ സിഗ്നൽ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഈ ആരോടെ തൊട്ട് താഴെ നോക്കിയാൽ ഓരോരോ ബാർസ് ഫോം ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ലൈവ് മാർക്കറ്റിൽ ഓരോ ക്യാൻഡിൽ ഓരോ ബാർ ഫോം ചെയ്യുക. അപ്പോൾ നമുക്ക് സിഗ്നൽ വന്ന ശേഷം ആ താഴത്തുള്ള ബാർ റെഡ് ആണെന്ന് നോക്കുക. റെഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സിഗ്നൽ നോക്കാം. നമുക്ക് ആ സമയത്ത് അത് കൺഫേം അല്ലായിരുന്നു, താഴത്തെ ബാർ കൺഫേം അല്ലായിരുന്നു. നമുക്ക് കൺഫർമേഷൻ കിട്ടി ഈ ഒരു ലെവലല്ലേ, ഈ ലെവൽ നമുക്ക് എൻട്രി ചെയ്ത് വെച്ചാൽ നമുക്ക് കൺഫർമേഷൻ കിട്ടുന്ന ഏത് ലെവലാണ് ആ ലെവൽ നിങ്ങൾ ട്രേഡ് എടുക്കുക. മാർക്കറ്റ് റേറ്റിൽ തന്നെ അധികം ഡിഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് ആക്ച്വലി സിഗ്നൽ വന്ന് 88 നമ്മൾ ആ ഒരു റേഞ്ചിൽ തന്നെയാണ്. 89, 86 ഒരു റേഞ്ച് തന്നെ നമുക്ക് കൺഫർമേഷൻ കിട്ടും. താഴത്തെ ബാറും പ്രൈസോടും കൺഫേം ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എടുക്കാം. എക്സിറ്റ് ലെവൽ സോഫ്റ്റ്വെയർ കാണിച്ചു 75, 64 ആൻഡ് 54. ഫസ്റ്റ് എക്സിറ്റ് എന്ന് വെച്ചാൽ 5975 അത് കഴിഞ്ഞ് 64, അത് കഴിഞ്ഞ് 54, 3 ടാർഗറ്റ് സോഫ്റ്റ്വെയർ നമുക്ക് കാണിച്ചു തരും. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള സിഗ്നൽ വന്നു കഴിഞ്ഞാൽ കൺഫേം ആണെന്ന് നോക്കുക. ട്രേഡ് നമ്മൾ ഡയറക്റ്റ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ എടുക്കുക. അപ്പോൾ നമ്മളിത് ഡയറക്റ്റ് ഇപ്പോൾ എന്താണ് ക്രൂഡ് ഓയിലിൻ്റെ ഓപ്ഷനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെല്ല് കൺഫേം ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. ഇതൊരു എന്താണ് 80 to 90% കൺഫേം നിങ്ങൾക്ക് ഇതിനകത്ത് ആക്യുറസി കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനായിട്ട് സോഫ്റ്റ്വെയറിൻ്റെ റിഗാർഡിങ് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എൻ്റെ നമ്പറിൽ വിളിച്ചേച്ചാൽ മതി. അതുപോലെ പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡെമോ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചത് കമ്മോഡിറ്റി മാർക്കറ്റിലാണ്. ഇത് NSE മാർക്കറ്റിലും ഫോറക്സ് മാർക്കറ്റ്, ക്രിപ്റ്റോ, ഇതെല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആണ് ഈ ഒരു സ്ട്രാറ്റജി. അതുപോലെ ഇൻട്രാഡേ സ്വിംഗ് ട്രേഡിംഗ്, സ്കാൽപ്പിംഗ് എല്ലാം നമുക്ക് ഇതിനകത്ത് ഫുൾ കവറായി കിട്ടും. അതുപോലെ നമുക്ക് റെസിസ്റ്റൻസ്, സപ്പോർട്ട് ലെവൽസ്, സൈഡ് വേസ് ഉൾപ്പെടെ സോഫ്റ്റ് ഇൻഡിക്കേഷൻ തരും. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ലൈവ് പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോൾ ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.